നാട്ടിലോട്ടിലെ പിള്ളേരാ വീണ്ടും വന്നിട്ടുണ്ട് മാങ്ങ അട്ടെടുക്കാൻ. ലക്ഷ്മിജി വാ 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 വാ. നിക്കടേ അവിടെ നിക്കാൻ. അങ്ങോട്ട് ഓടടി, പറയിച്ച് പിടിച്ചോളും. ഇങ്ങോട്ടേക്ക് എന്തിനാ വന്നേ? അവരുടെ അടിയിട്ടാതിരിക്കാൻ വേണ്ടി ഓടിയതില്ലേ നമ്മള്. ഇതെവിടെയാ? നീ വന്നിട്ടുണ്ടോ ഇതിന് മുന്നേ ഇവിടെ? ഇല്ല. പഴുക്കാത്ത നോക്കി പറിച്ച പോലെ ഉണ്ട്. ഓ എങ്കിലേ അടുത്തവണ നീ തോട്ടിയെടുത്ത് വലിക്ക്. ആ വായ നോക്കി ചെക്കൻ അവിടെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അതിനിടയിൽ ഇത്രയെങ്കിലും കിട്ടിയതേ എൻ്റെ കഴിവുകൊണ്ടാ. ആ ചെക്കൻ നിനക്ക് കല്യാണത്തിലേക്ക് വരുവാന്ന് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു കേട്ടായിരുന്നു. അയ്യോ, കല്യാണം കഴിക്കാൻ പറ്റിയ ആള്. ദേ മാളു, ആവശ്യമില്ലാത്ത പറഞ്ഞു കിടന്നാ തോട്ടിലേക്ക് തള്ളിയിടും കൂടെ ഉണ്ണിക്കുട്ടനെ. എന്റെ മെക്കെട്ട് കയറണ്ട, ഞാൻ കേട്ട കാര്യം തന്നെയാ പറഞ്ഞേ. ലക്ഷ്മിജി, ഇത് പറച്ചിക്കാവാ. ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുള്ളതല്ലേ? വല്ല പ്രേതക്കഥയും പറഞ്ഞാണോ നിന്നെ പേടിപ്പിക്കാനായിട്ട്? പ്രേതകഥയൊക്കെ തന്നെയാ. പക്ഷെ മുത്തശ്ശി മാത്രമല്ല, ആ കേശവൻ നായരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ത്? പണ്ടിവിടെ യക്ഷിയെ തളച്ചിട്ടിട്ടുണ്ട്, ഉപദ്രവം സഹിക്കാൻ വയ്യാതെ. അതൊക്കെ വെറുതെ പറയുന്നല്ലേ നമ്മളെ പേടിപ്പിക്കാനായിട്ട്. അല്ല ലക്ഷ്മിജി, അത് ശരിക്കും ഉള്ളതാ. നമുക്കിവിടെ നിന്ന് പോവാം. ആരെങ്കിലും കണ്ടാൽ വലിയ വഴക്കാവും. അതിന് യക്ഷി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പേ? ആ പനി പിടിച്ച് മരിച്ച മൂത്താശാരിയില്ലേ, അയാൾ കണ്ടിട്ടുണ്ട്. അയാൾ മാത്രമല്ല, വേറെ കുറേ പേര് കണ്ടിട്ടുണ്ട്. രാത്രി ഇവിടെ നിന്ന് ഒച്ചയും ബഹളം ഒക്കെ കേൾക്കാറുണ്ട്. എനിക്ക് പേടിയാവുന്നു. നമുക്ക് പോവാം. വിശ്വാസമായില്ലെങ്കിൽ ഇന്ന് മുത്തശ്ശിയുടെ മുറിയിലേക്ക് വാ. മുഴുവൻ കഥയും പറഞ്ഞു തരും. ഞാൻ എന്തായാലും പോവാം. മാളു നിക്ക്, ഞാനും വരുന്നു. ഇത്രയ്ക്ക് വലിയ യക്ഷിക്കഥ ഞാൻ ഇന്നേവരെ കേട്ടിട്ടില്ലല്ലോ. അതിന് ലക്ഷ്മിജി എപ്പോഴെങ്കിലും മുത്തശ്ശി കഥ പറയുമ്പോൾ വരാറുണ്ടോ? ഇതുകൊണ്ടൊക്കെയാ ഞാൻ വരാത്തെ. നിന്നെ പോലെ രാത്രി ദുസ്വപ്നം കണ്ട് ഒച്ച വെച്ച് ആളെ കൂട്ടാനൊന്നും എനിക്ക് വയ്യ. ഇങ്ങനെ പണ്ടത്തെ കാര്യം എപ്പോഴും പറയണമെന്നില്ല. എനിക്കിപ്പോൾ അത്ര പേടിയൊന്നുമില്ല. ഇപ്പൊ കണ്ടു. ആര്യ, ഏറ്റവും ഒടുവിലത്തെ സിഗ്നലും കൂതനച്ചിയാർ റിസർവ് ഫോറസ്റ്റിനകത്ത് തന്നെയാണ്. കൂതനച്ചിയാർ റിസർവ് ഫോറസ്റ്റിനകത്ത് ആനയുണ്ട് എന്ന് പറയുമ്പോഴും അത് ഈ തോട്ടം മേഖലയിൽ നിന്ന് അധിക ദൂരം. ചൂടുവെള്ളമായി കുളിക്കാൻ ആയി, ദേ ഇപ്പൊ കൊണ്ടുവരാം.
സുമേ, ആ എടി എന്റെ ആ പച്ച ഷർട്ട് എന്തിയേ? ദാ വരുന്നു. നനഞ്ഞോളെ വേഗം മാറ്റിയിടണു നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ. ഇതെങ്ങനെ നിന്റെ തുണിയുടെ ഇടയിലൊന്ന് എത്ര നേരം കളയെന്നറിയാൻ വേണ്ട. ചോറായ ദേ ചോറ് വാർക്കാൻ പോവാ. കുളിച്ചു വന്നിട്ട് വിളമ്പാം. അമ്മയുടെ കഞ്ഞിയായി, ഇപ്പൊ കൊടുക്കാം. 1 മണിയായല്ല. അമ്മക്ക് കഞ്ഞി കൊടുക്കാനുള്ളത് അറിയാൻ പാടില്ലേ. പറഞ്ഞു പറഞ്ഞു മടുത്ത്. ഡേ ഉം? എന്റെ ഷർട്ടൊന്ന് തേച്ച് നോക്ക്. അമ്മ കഞ്ഞി കൊടുത്തിട്ട് പോയി. ആ ശരി. അമ്മേ, മോളെ ഒരു ഗ്ലാസ് വെള്ളം തരാവോ? ദാ വരുന്നു അമ്മേ. സുമേ, ഉം? എടി നിനക്കൊന്ന് ഓഫ് ചെയ്തിട്ട് പോയിക്കൂടെ? ഇനിയോട് തീയും കൂടി പിടിപ്പിക്കണോ? ബിജുവേ, എന്താടാ അവിടെ ഒരു ബഹളം? ആകെ ഉണ്ടായിരുന്ന ഷർട്ടാണ്, അതും കളഞ്ഞ്. ഇവിടെ എനിക്ക് എന്തെങ്കിലും ഉണ്ടോ ഇനി ഇടാനായിട്ട്? നീ ആദ്യം പോയി ചോറ് എടുത്ത് വെച്ചേ. 2 മണിക്ക് എനിക്ക് പോണെന്ന് പറഞ്ഞല്ലേ. ഏത് നേരത്താണ് ഇവിടെ ഇപ്പം? ആ കുട്ടൻ ചേട്ടൻ വരും വലിയത്തുനിന്ന്. ആ കിടക്കിലേക്കൊന്ന് മാറ്റിയിട്. ആ കുളിമുറിയും ക്ലീനാക്ക്. ആ അടുക്കളയും കൂടി ഒന്ന് ക്ലീനാക്ക്. ഞാൻ കണ്ടായിരുന്നു നേരത്തെ കിടക്കണത്. ആ ശരി.
പണ്ട് മുത്തശ്ശിക്ക് ഏതാണ്ട് 3-4 വയസ്സുള്ളപ്പോഴാ കേളനും അവൻ്റെ ഭാര്യ ജാനകിയും ഇപ്പൊ പറച്ചിക്കാവ് നിൽക്കുന്ന സ്ഥലത്ത് താമസത്തിന് വരുന്നത്. നമ്മുടെ വെല്ലിത്താൻ ചേട്ടൻ്റെ അച്ഛൻ്റെ തോട്ടത്തിൽ പണിയെടുക്കാനായിട്ട്. ഒരു പൊക്കം കുറഞ്ഞ് അധികം ആരോടും സംസാരിക്കാത്ത ഒരു പറയൻ. ജാനകിയാണെങ്കിൽ നല്ല കറുത്തിട്ട് അവനേക്കാളും പൊക്കമുള്ള സുന്ദരി പെണ്ണ്, വെറും പാവം. ഭാര്യയും ഭർത്താവും തമ്മിൽ മിക്ക ദിവസവും നല്ല വഴക്കായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വഴക്ക് മൂത്തിട്ട് അവൻ ജാനകിയെ കയ്യിൽ കിട്ടിയ ഏതോ പണി സാധനം വെച്ച് ആഞ്ഞടിച്ചു. അവൾ തൽക്ഷണം മരിച്ചു. ജാനകിയുടെ ശവം കൈപ്പറ്റാൻ ബന്ധുക്കൾ ആരും വന്നില്ല. ആർക്കും വേണ്ടാത്ത അവളുടെ ശവം അവസാനം ഏതോ പോലീസും നാട്ടുകാരും കൂടെ അവിടെ തന്നെ കുഴിച്ചിട്ടു. കർമ്മം ചെയ്യാതെ എന്തിന് ഒരു പ്രാർത്ഥന പോലും ചൊല്ലാതെ അടക്കരുതെന്ന് വലിയ തിരുമേനി പറഞ്ഞത് ആരും കേട്ടില്ല. ഈ സംഭവം കഴിഞ്ഞ് അടുത്ത 2-3 വർഷം പല ഉപദ്രവങ്ങളും തുടങ്ങി. കാല് നിലത്തുറപ്പിക്കാതെ നീങ്ങുന്ന ജാനകിയുടെ രൂപത്തെ കരക്കാർ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, എൻ്റെ വീട്ടിലെ പണിക്കരമ്മാവൻ ഉൾപ്പെടെ. കവലയിൽ ചായപ്പീടിക നടത്തിയ വിശ്വംഭരൻ എന്നൊരുത്തനെ അവിടുന്ന് കാണാതായി. പിറ്റേന്ന് നോക്കി ചെന്നവർക്ക് അവൻ്റെ മുടിയും നഖവും മാത്രമാ കിട്ടിയത്. നാട് വിട്ട അവളുടെ ഭർത്താവ് കേളൻ അമ്പലക്കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു. ആ സ്ഥലം വാങ്ങാൻ വടക്കൂന്ന് വന്ന ഒരു നമ്പൂതിരി എന്തോ കണ്ട് പേടിച്ച് അപസ്മാരമിളകി മരിച്ചു. അതിനുശേഷമാ നമ്മുടെ നാട്ടിലെ പല മന്ത്രവാദികളും അവളെ തളയ്ക്കാൻ ശ്രമിച്ചത്. പക്ഷെ ആർക്കും അവള് പിടികൊടുത്തില്ല. പറയിച്ചല്ലേ അടിയാളപ്രേതം. അങ്ങനെയുള്ളവളെ തളയ്ക്കാൻ ഇവർക്കാർക്കും പറ്റിയില്ല. ഒടുവിൽ കാലടിയിലെ ഭട്ടതിരി മഹാമാന്ത്രികൻ, അദ്ദേഹം വരേണ്ടി വന്നു ജാനകിയെ തളയ്ക്കാൻ. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? അദ്ദേഹം പഠിച്ച വിദ്യകളൊന്നും അവൾക്ക് മേലേശിയില്ല. എന്നിട്ട് കാലടിയിലെ ഭട്ടതിരിയല്ലേ, അദ്ദേഹം മലേരന്മാർക്ക് മാത്രം അറിയാവുന്ന ഒരു തന്ത്രവിദ്യ പ്രയോഗിച്ചു അടിയാളപ്രേതത്തെ തളയ്ക്കാൻ. 3 രാത്രികൾ നീണ്ടുനിന്ന ഹോമത്തിനൊടുവിൽ ഭട്ടതിരി അവളെ ഒരു മൺകുടത്തിൽ ആവാഹിച്ച് കീഴ്പ്പെടുത്തി. എന്നിട്ട് ആ യക്ഷിയുടെ ശല്യം തീർന്നോ? മുഴുവനായിട്ട് അവൾ അടങ്ങിയില്ല. മുളകിൻ്റെയും കാട്ടുകോഴിയുടെ ചോരയുടെയും പിന്നെ ഭട്ടതിരിയുടെ മന്ത്രപ്രയോഗത്തിൻ്റെയും ഒക്കെ നീറ്റല് കാരണം ചില ദിവസങ്ങളിൽ അവളുടെ നിലവിളി കേൾക്കാം, ആരെങ്കിലും ചെന്നൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി. അതുവഴി ഇപ്പൊ ആരും നടക്കാറില്ല. ആ വീട് ദ്രവിച്ചില്ലാതായി. മനുഷ്യൻ കയറാത്ത ആ പറമ്പും അവളുടെ നിലവിളിയും മാത്രമായി. ശപിക്കപ്പെട്ട ഒരു സ്ഥലമാ അത്. ആ വസ്തു വാങ്ങാൻ പോലും ആരും ഇതുവരെ വന്നിട്ടില്ല. അങ്ങോട്ടേക്ക് നിങ്ങൾ എന്തിനാ പോയത്? പകല് പോലും അങ്ങോട്ടൊന്നും പോകരുത്, വലിയ അപകടമാ അത്. എന്നാലും എനിക്ക് കേട്ടപ്പോൾ വിഷമം തോന്നി. വിഷമോ? എന്തിന്? പാവം ജാനകി. യക്ഷിയോർത്ത് വിഷമിക്കുന്ന ആളെ ആദ്യമായിട്ടാ കാണുന്നത്. അതിനെന്താ, ജീവിച്ചിരുന്നപ്പോഴോ സ്വൈര്യം കിട്ടിയില്ല, മരിച്ചപ്പോഴോ അതിലും കഷ്ടം. ഇതെങ്ങോട്ടേക്കായി പോകുന്നേ? കുറെ നേരമായല്ലോ. വേറെ എങ്ങോട്ടേക്കാ? പറച്ചിക്കാവിലോട്ട് തന്നെ. തനി അങ്ങോട്ട് പോയാൽ മതി, ഞാനൊന്നും വരുന്നില്ല. നീ വേണമെങ്കിൽ തിരിച്ചു നോക്കോ, എനിക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാൻ തോന്നുന്നുണ്ട്. ഈ പറഞ്ഞൊക്കെ സത്യമാണെന്ന് അറിയണമല്ലോ. ദേ, ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു കൊടുക്കും കേട്ടോ. നീ പോയി പറ, അല്ലെങ്കിൽ തന്നെ എന്നാ നിന്നോട് നിന്നിട്ടുള്ളേ? ബസ്സിൽ കയറാൻ കവലയിൽ പോയതും മാങ്ങ മോഷ്ടിച്ചതും അമ്മ അറിഞ്ഞതും എങ്ങനെയാന്ന് എനിക്കറിയാം. നിങ്ങൾ ആ നടുലോട്ടിലെ കുട്ടികളല്ലേ? എന്താ കുട്ടിയെ ഈ വഴിക്ക്? ഒരു കാര്യം തപ്പി ഇറങ്ങിയതാ. എന്ത് കാര്യം? ഈ വഴിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല എന്നറിയില്ലേ?
അത് മുത്തശ്ശിയുടെ കാലിന് ഒരു ദീനം. അതിന് പുറത്തൻ കരിനേച്ചിയില്ല വേണം എന്ന് അമ്മ പറഞ്ഞായിരുന്നു. ആ കരിമിനെ കാട്ടി കിട്ടുമെന്ന് പറഞ്ഞു. അത് നോക്കാൻ ഇറങ്ങിയത്. ആ അതാ കാര്യം. അപ്പം വീട്ടിൽ പണിക്കാരും ഇല്ലേ? നിങ്ങളെ ആരാ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വിട്ടേ? ഏതായാലും ഒരു 3-4 നാഴിക പോയാലേ അവിടെ നിറയെ കരിനെച്ചിയുണ്ട്. ആ പിന്നെ അധിക സമയം അവിടെ നിൽക്കരുത്. കുറച്ചങ്ങോട്ട് പോയാൽ പറച്ചിക്കാവാ, അറിയാലോ? ആ അറിയാം. ഞങ്ങൾ ഇപ്പൊ തന്നെ തിരിച്ചു പോകും. ആ ശരി. എന്ത് വേണം? ഞാനന്ന് അമ്പലത്തിൽ വെച്ച് കൈയടിച്ചിരുന്നു. അടുത്ത് വന്നപ്പോഴത്തേക്ക് ലക്ഷ്മിക്കുട്ടി പോയി കളഞ്ഞു. എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമായിരുന്നു. എപ്പോൾ നോക്കിയാലും കൂടെ ആൾ കാണുമല്ലോ. വാ, നമുക്കൊന്ന് നടന്നിട്ട് വരാം ആ മുളങ്കട വരേക്ക്. എനിക്കൊന്നും സംസാരിക്കാനില്ല, ഞാൻ പോന്നു. വാ മാളു. അതെ, എൻ്റെ വീട്ടിൽ വന്ന് മാങ്ങ മാത്രം കട്ടുകൊണ്ട് പോയാൽ മതിയോ? ഇടയ്ക്കൊക്കെ ഞാൻ വിളിച്ചാലും വരണ്ടേ? അപ്പോൾ പൊക്കോ, ഞാൻ കണ്ടോളാം. ആഹാ, രണ്ടാളും ഉണ്ടല്ലോ. യക്ഷിക്കഥയൊക്കെ കേട്ട് പേടിച്ചോ ഇന്നലെ? അത് മുത്തശ്ശി ലക്ഷ്മിച്ചിക്ക് എന്തോ ചോദിക്കാനുണ്ട്. ഏ, നീ ചോദിക്ക് ലക്ഷ്മി, കേറി വാ. അത് മുത്തശ്ശി, ആ യക്ഷിയെ തളച്ചില്ലേ ആ ഭട്ടതിരി? ഉവ്വ്. ആ യക്ഷിക്ക് അപ്പോൾ ഇനി രക്ഷപ്പെടാൻ പറ്റില്ലേ? രക്ഷപ്പെടാനോ? അതെങ്ങനെ? കാലടിയിൽ ഭട്ടതിരി എന്ന് വെച്ച ചില്ലറക്കാരനാ? പിടിതരാതെ നിന്ന ജാനകിയുടെ പ്രേതത്തെ മറ്റു നമ്പൂതിരിമാർക്ക് ആർക്കും വശമില്ലാത്ത ദുർമന്ത്രവാദം ഉപയോഗിച്ച ഭട്ടതിരി ഹോമിച്ചത്. അമാവാസി നാളിൽ മലയരയന്മാർക്ക് മാത്രം അറിയാവുന്ന ഒരു തന്ത്രവിദ്യ പ്രയോഗിച്ചു. ചങ്ക്രോത്തമ്മയുടെ നടയിൽ ശക്തിപൂജ ചെയ്യിച്ച കാഞ്ഞിരമരത്തിന്റെ തടിയിൽ തീർത്ത പ്രതിമയിലേക്ക് അവളെ ആവാഹിച്ചു. എന്നിട്ട് കറുത്ത പട്ടും കുങ്കുമവും മുളകുപൊടിയും കാട്ടുകോഴിയെ കുരുതി ചെയ്ത വെള്ളത്തിൽ പൂശി അവളെ മൺകുടത്തിൽ ആണിയടിച്ചു ബന്ധിച്ചു. മുളകും രക്തവും കൂടി ചേർന്ന കുഴമ്പിൽ പൂശിയ ആ തടിപ്പാവയിൽ അകപ്പെട്ടതുകൊണ്ട് എപ്പോഴും നീറി നീറി പുകയാവള്. അതിന്റെ വേദന കാരണമാ ഇടയ്ക്ക് നിലവിളിക്കുന്നത്. മറ്റൊരാളുടെ സഹായമില്ലാതെ അവൾക്കൊരു രക്ഷയുമില്ല. നമുക്കതുകൊണ്ട് ഒരു ശല്യവുമില്ലാതെ സുഖമായി ജീവിക്കാട്ടോ. അതോർത്ത്
എൻ്റെ കുട്ടികൾ പേടിക്കണ്ട. അപ്പോൾ ആരെങ്കിലും ആ കുഴിച്ചിട്ട പ്രതിമ എടുത്ത് ആണി വലിച്ചൂരിയാലോ? അങ്ങനത്തെ ശുംഭത്തരമൊക്കെ ആര് ചെയ്യാനാ? അഥവാ ആരെങ്കിലും അവിടെ ചെന്ന് ആണി ഊരിയാൽ തന്നെ അവൾ രക്ഷപ്പെടില്ല. അതിന് പൗർണമി ദിവസം രാത്രിയിൽ ചെന്ന് ഭട്ടതിരി ചെയ്ത മന്ത്രവിദ്യയുടെ മറുവിദ്യ ചൊല്ലി വേണം ആണി വലിച്ചൂരാൻ. അത് ചെയ്യാൻ മാത്രം ധൈര്യമുള്ളവര് ഈ കരയിൽ ആരുമില്ല. അഥവാ അങ്ങനെ ആരെങ്കിലും ചെയ്താലോ? നീ എന്താ ഈ പറയുന്നേ? അത്തരം വിഡ്ഢിത്തരം ഒന്നും ജീവനിൽ കൊതിയുള്ള ആരും ചെയ്യില്ല. മാത്രവുമല്ല, അടിയാള പ്രേതമാ അവള്. ആരുടെയെങ്കിലും ദേഹത്ത് കൂടിയാൽ അവരുടെ വംശം തന്നെ നശിച്ചു പോകും. കീഴ്ജാതിയിൽപ്പെട്ട പെണ്ണിന്റെ പ്രേതം കൂടിയാ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ ശരിക്കും കേട്ടു. പാവം, എത്ര വർഷമായിട്ട് കരയുന്നതാ. കേട്ടിടത്തോളം അത്രയ്ക്ക് ദ്രോഹമൊന്നും ആ യക്ഷി ചെയ്തിട്ടില്ലല്ലോ. അതെ അതെ, 3-4 പേരെ കൊന്നതേ ഉള്ളൂ. പാവ. ആരെ കൊന്നു? അവളെ കൊന്ന ഭർത്താവ് ആത്മഹത്യ ചെയ്തു. ഏതോ ഒരുത്തനെ കാണാതായി. അത് യക്ഷിയുടെ കുഴപ്പമായി. പിന്നെ അവളുടെ സ്വന്തം സ്ഥലത്ത് ആവശ്യമില്ലാതെ കയറി പോയാൽ അവളെ കണ്ടെന്ന് വരും. അതിനിപ്പോ എന്താ കുഴപ്പം? അതിനിപ്പോ എന്ത് ചെയ്യാൻ പോവാ? നമുക്ക് ആ കുടയില്ലേ, അത് തപ്പിയെടുക്കണം. ആ പട്ടത്തിരി തറച്ച ആണി വലിച്ചൂരണം. ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഒരാളോട് ചോദിക്കുന്നുണ്ട് ഞാൻ. ആരോട്? ആ ശേഖരനില്ലേ, അമ്പലത്തിലെ വാലിക്കാരൻ. ആൾക്കുറിച്ച് മന്ത്രവിദ്യക്ക് അറിയാമെന്ന് വല്യമ്മ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും അയാളോട് ചോദിക്കാൻ പോവാ. ഇതൊക്കെ തമാശയാണെന്നാണോ വിചാരം? മാളു, നിന്നെ ഒരാൾ നിന്റെ ഇഷ്ടമില്ലാതെ ഒരു കുടത്തിലാക്കിയിട്ട് മന്ത്രവിദ്യയൊക്കെ വെച്ച് നോവിച്ച് തളച്ചിട്ടാൽ നിനക്ക് എങ്ങനെ ഇരിക്കും? സുമേ, എവിടെ പോയി കിടക്കായിരുന്നു ഇത്ര നേരം? ഞാനിപ്പോ ചെന്നിലേക്ക് കാണുന്നു ആ വീര് കരിഞ്ഞിരിക്കണത്. അത് അടുപ്പത്ത് വെച്ചിട്ട് അധികം സമയം ആയില്ലല്ലോ. വാ ചെന്ന് നോക്ക്. നിനക്കെന്താ സദാ സമയം മരത്തിൻ്റെ ഓടി പണി? പണിയെടുക്കാൻ പറ്റാത്തതിന് ഓരോരോ കാരണങ്ങൾ.
അവിടെ എൻ്റെ തുണി അലക്കാവളം എടുത്തിട്ടുണ്ട്. പോയി അലക്കത്. നാളെ എനിക്ക് ആവശ്യമുള്ളതാണ്. അവിടെ ഇവിടെ വായി നോക്കിക്കരുത്. ആ മുളകുളം കാട്ടെടുത്തപ്പോൾ തണലായിട്ടുണ്ട്. അതൊന്ന് മാറ്റിയിടാം ആദ്യം. ഇടയ്ക്കൊന്ന് പോയി നോക്കിക്കൂടെ? ലക്ഷ്മി പുറത്തെങ്ങാനും ഉണ്ടോന്ന് നോക്കുമാളൂ. കുറെ നേരമായല്ലോ കണ്ടിട്ട്. ആ അമ്മ ഇവിടെ ഉണ്ടമ്മേ. ആ മാവിൻ്റെ ചോട്ടിരുന്ന് എന്തോ വായിക്കുക. എന്തോ വായിക്കാനാ? അടുക്കളയിലോട്ട് വരാൻ പറ അവളോട്. ആ പറയാം. എന്തായി പോയിട്ട്? അയാൾ കണ്ടോ? ചെയ്യേണ്ടതൊക്കെ നമ്പൂരി പറഞ്ഞു തന്നിട്ടുണ്ട്. ദേ ഈ ചരട് കണ്ടോ? ഇത് ദേവിയുടെ നടയിൽ ശക്തി പൂജ ചെയ്തതാ. ഇത് നമ്മുടെ ദേഹത്ത് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആർക്കും ഉപദ്രവിക്കാൻ പറ്റില്ല. പിന്നെ കാഞ്ഞിരത്തിൻ്റെ കുരു. ഇനി വേണ്ടത് മഞ്ഞളും പാലും കൂടിയാ. അത് നീ അടുക്കളയിൽ നിന്ന് എടുക്കണം. അല്ല ഇതൊക്കെ വെച്ച് എന്ത് ചെയ്യാനാ പറഞ്ഞേ? അടുത്ത പൗർണമി ദിവസം, അതായത് മറ്റന്നാ രാത്രി നമുക്ക് പർച്ചിക്കാവിലേക്ക് പോകണം. എന്നിട്ട് ആ വട്ടത്തിരി കുഴിച്ചിട്ടിരിക്കുന്ന ആ മൺകുടയില്ലേ, അത് തപ്പിയെടുക്കണം. രാത്രി മാത്രമേ പറ്റൂ, പകല് പറ്റില്ല? പൗർണമി നിലാവുള്ള ദിവസം മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. മഞ്ഞളും പാലും കാഞ്ഞിരത്തിൻ്റെ കുരുവും കൂടെ ചേർത്ത വെള്ളത്തിൽ അവളെ തളച്ചിട്ടിരിക്കുന്ന തടിപ്പാവ അത് താഴ്ത്തി വെക്കണം. എന്നിട്ട് മറുമന്ത്രം ചൊല്ലി ആണി വലിച്ചൂരണം. ഇതെല്ലാം ചെയ്താൽ മാത്രമേ നമുക്കവളെ രക്ഷിക്കാൻ പറ്റൂ. ഇതൊക്കെ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ആപത്ത് വരും? എന്താപത്ത്? അതിനല്ലേ ഈ ഏലസ്. അല്ലെങ്കിൽ തന്നെ ജാനകി രക്ഷിക്കാൻ പോകുന്ന നമ്മളെന്തിനാ അവളെ ഉപദ്രവിക്കണം? ആർക്കും ഒരു ശല്യമില്ലാതെ അവളുടെ സ്വന്തം സ്ഥലത്ത് അവൾ ജീവിച്ചോളൂ. ഇനി മുതൽ ആരുടെയും കരച്ചിൽ നമ്മൾ കേൾക്കില്ല. നടക്കാനുണ്ടല്ലോ. ഇതൊക്കെ ഈ അടുത്ത് കിട്ടിയതോ? കഴിഞ്ഞ ആഴ്ചയല്ലേ നമ്മളൊരെണ്ണം വെട്ടിയത്? ഇത് കഷ്ടമായിരുന്നു. എന്തുപറ്റി? ഇവരൊക്കെ ആരാ? ആ കാഞ്ഞിനോടെ കുറേ കാലമായിട്ട് വെറുതെ നിൽക്കുകയല്ലേ. കുറച്ച് കാലമായിട്ട് വിചാരിക്കണം വല്ല വിലയും കിട്ടുമെന്ന് നോക്കട്ടെ. ഇപ്പൊ പെട്ടെന്ന് എന്തു പറ്റി? അതെപ്പോഴും അവിടെ നിൽക്കുന്നതല്ലേ? അതെ, ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് അവിടെ നിൽക്കേണ്ടത്. ഇപ്പൊ വെട്ടിയിട്ട് എന്ത് കിട്ടാനാ? അതവിടെ നിന്നോട്ടെ. എന്ത് കിട്ടാനാണെന്ന് ഞാൻ നോക്കിക്കോളാം. നിന്റെ ചിലവിലൊന്നുമല്ല വീട് ഓടണത്. ഇപ്പോൾ അത് വെട്ടിയിട്ട് വേണോ വീട് ഓടിക്കാൻ? വെട്ടണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിനക്ക് വായി നോക്കി കുത്തിയിരിക്കാനാണെങ്കിലേ വേറെ വല്ല മരവും നോക്ക്. ഒന്നുമില്ലെങ്കിൽ ഞാൻ റോട്ടിലേക്ക് ഇരിക്കും. കാശിൻ്റെ ഗുണവുമില്ല. ഇതിന് ചെയ്യാമെന്ന് വിചാരിച്ച ഇടയ്ക്ക് കയറി ഉണ്ടാക്കാൻ വന്നുള്ളൂ. ചേട്ടാ ഒന്ന് വരുമോ? അതാവന് ആൾക്കാർ മുമ്പിൽ എന്നെ കൊണ്ട് ഒച്ചെടുപ്പ് കയറി കൂടിയെത്തു. അത് തുടങ്ങിക്കോ.
ലക്ഷ്മി ചേച്ചി നമുക്ക് പോവാം, എനിക്ക് പേടിയാവുന്നു. ഇതുവരെ വന്നല്ലേ, കുറച്ച് നേരം കൂടെ മാളൂ, നീ വാ. ഇനി വേണ്ട, നമുക്ക് പോവാം.
കേറ്. ആ, പുറകില് പുറകില് പുറകില്. റെഡി റെഡി, വലിച്ചോ വലിച്ചോ വലിച്ചോ. ആ മതി 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 മതി. സുമേ, കാണാതായിട്ട് 2 ദിവസം കഴിഞ്ഞല്ലോ. അന്വേഷിച്ചു പോയവർക്ക് ഒരെത്തുംപിടിയും കിട്ടിയിട്ടുമില്ല. യക്ഷി വീണ്ടും ഉപദ്രവം തുടങ്ങിയല്ലോ. ഇവിടെ ആരെങ്കിലും കണ്ടവരുണ്ടോ? കണ്ടിട്ട് കൂടോത്രം പരിപാടി തന്നെയാട്ടാ തോന്നുന്നേ. തുറക്കല്ലടാ, പണി കിട്ടും. ഇയാളെ എന്നാലും നിന്റെ തൊടിയിൽ ഇത് ആരടാ വന്ന് കുഴിച്ചിട്ടെ? നീ നമ്മുടെ കോൺട്രാക്ടർ വല്ലതും ആണോ? എന്നാ നീ എടുത്തോളൂ. പൊന്നോ, അടുത്തേക്കൊന്ന് കൊണ്ടുവരലടാ.
കണ്ട പ്രേതവാദികളെ വളപ്പൊക്കെ ചുളുവിലക്ക് വാങ്ങിച്ചെടുക്കുമ്പോൾ ഓർക്കണമായിരുന്നു.